ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഇന്നലെ ഫസ്റ്റ് ക്ലാസ്സിന് അവിടുന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം സുഖമായിട്ട് ക്ലാസ് കേൾക്കാൻ പറ്റി. അപ്പൊ ഇത് ഇന്നും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ജസ്റ്റ് പമ്പ് ചെയ്താൽ മതി. ഓക്കെ, പ്ലീസ് മ്യൂട്ട്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ജോയിൻ ചെയ്യുന്നത് പ്ലീസ് മ്യൂട്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്കറിയാം, ഒരു ലാബ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സുരക്ഷ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെയും പബ്ലിക്കിന്റെയും സുരക്ഷയുടെ ഭാഗമാണ്, അല്ലേ? അപ്പൊ ആ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു ലാബ് ടെക്നീഷ്യൻ ആയാലും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയാലും അവരെ സംബന്ധിച്ച ഒരു വലിയ റെസ്പോൺസിബിലിറ്റീസ് ആണ്, അവരെ സംബന്ധിച്ച ഒരു വലിയ ടാസ്ക് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു പറയുന്നത്. ക്ലിയർ ആണ് മാം. ഓക്കെ. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അവരുടെ ടാസ്ക് ആണ് ഇതിന്റെ സുരക്ഷ എന്ന് പറയുന്നത്. അപ്പോ ഈ ലാബിന്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്ന ഏജൻസികളാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO, അല്ലെങ്കിൽ OSHA, അല്ലെങ്കിൽ കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലാബറട്ടറീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ സുരക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ലാബ് സേഫ്റ്റി. ഓക്കെ, പ്ലീസ് മ്യൂട്ട്. ഇസ് ഇറ്റ് ഹർഷ? പ്ലീസ് മ്യൂട്ട്. ഓക്കെ. ഓക്കെ, ലാബ് സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ലാബ് സേഫ്റ്റിയിൽ വരുന്ന സ്പിൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്പിൽ മാനേജ്മെന്റ് ക്ലിയർ അല്ലേ? ഇത്രയും ബ്രേക്ക് ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പൊ വാട്ട് ഈസ് സ്പിൽ മാനേജ്മെന്റ്? എന്താണ് സ്പിൽ മാനേജ്മെന്റ്? നമുക്കറിയാം, ഓരോ ലാബിലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ലാബിലായാലും ഡെയിലി 1000 കണക്കിന് മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ, അല്ലെങ്കിൽ നമുക്കറിയാം 100 കണക്കിന് സാമ്പിൾസ് ആണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എത്തുന്നത്, അല്ലേ? ബ്ലഡ് സാമ്പിൾസ്. അപ്പൊ ഡേഞ്ചർ ആയിട്ടുള്ളത് ഉണ്ടാവും, അല്ലാത്തതായിട്ടുള്ള 1000 കണക്കിന് സാമ്പിൾസ് ഒക്കെ എത്തുന്നുണ്ട് ഹോസ്പിറ്റൽ ലാബില്. ഓക്കെ, അവ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് ഓരോ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെയും അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യന്റെയും റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ അപൂർവമായിട്ടാണെങ്കിലും ചിലപ്പോൾ അത് താഴെ വീണ്, ബോട്ടിൽ താഴെ വീണ് ഫ്ലോറിൽ സ്പ്രെഡ് ആവാം. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ആ സ്പില്ലായിട്ടുള്ള സാമ്പിളിനെ ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് സ്പിൽ മാനേജ്മെന്റിൽ പറയുന്നത്. ഇപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാമ്പിൾസ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പിൽസ് ഉണ്ട് ഹോസ്പിറ്റലിൽ. ഓക്കെ, അതൊക്കെ നമുക്ക് കമ്മിങ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ താഴെ വീഴുന്ന സ്പില്ലിനെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് സ്പിൽ മാനേജ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഓക്കെ. അപ്പൊ എന്താണ് സ്പിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? സൗമ്യ, എന്താണ് സ്പിൽ മാനേജ്മെന്റ്? മനസ്സിലായത് പറയും. എന്താണ് സ്പിൽ മാനേജ്മെന്റ്? സൗമ്യ. മാം ഞാൻ പറയട്ടെ? അശ്വതി. ഓക്കെ, വെരി ഗുഡ് അശ്വതി. അതായത് ഒരു ഹോസ്പിറ്റൽ ലാബിലേക്ക് ഒരുപാട് സാമ്പിൾസ് വരുന്നുണ്ട്. അതായത് രക്തമായിട്ടും എങ്ങനെയാണ് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത്, അതെങ്ങാനും താഴെ വീണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതാണ് സ്പിൽ മാനേജ്മെന്റ് വരുന്നത്. വെരി ഗുഡ് അശ്വതി.
താങ്ക് യു മാം. ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ലേ സ്കിൽ മാനേജ്മെന്റ് PDF? ഇല്ല മാം, കാണാൻ ഇല്ല പറ്റില്ല. ഇല്ല മാം. ഇപ്പൊ കാണാം. ഇപ്പൊ കാണാം. ഫസ്റ്റ് പേജ് റിജോ, ഫസ്റ്റ് പേജ് ഇൻട്രൊഡക്ഷൻ മാനേജ്മെന്റ് ഓഫ് സ്കില്ലേജ് വേസ്റ്റ്. ഇൻട്രോ ഫസ്റ്റ് പേജ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യാം. എനി ഐറ്റം പ്ലീസ് മ്യൂട്ട്. ഹു ഈസ് ദിസ്? പ്ലീസ് മ്യൂട്ട്. മ്യൂട്ട് ഫോർ ഓൾ കൊടുത്തൂടെ മാം? അപ്പൊ ഇത് ഭയങ്കര നടുനടുവിൽ സൗണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട് ക്ലാസ്സിന്. Sorry, I didn't catch that. What was it? മ്യൂട്ട് ഫോർ ഓൾ. ഇന്നലത്തെ ക്ലാസ്സിനൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ഇല്ലാതെ ക്ലാസ് കംപ്ലീറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. Okay, just listen here. Any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. What is spillage waste? മാം മ്യൂട്ടഡ് ആണ്, മാമിന്റെ വോയിസ് കേൾക്കുന്നത്. മാമിന്റെ വോയിസ് മ്യൂട്ട് അയക്കുന്നു. മാമിന്റെ മാത്രം ഓൺ ചെയ്തിട്ട് ബാക്കി എല്ലാവരുടെയും മ്യൂട്ട് ഫോർ ഓൾ എന്ന് കൊടുത്താൽ മതി മാം. മാമിന്റെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. മാം മ്യൂട്ടാന്ന് തോന്നുന്നു. മ്യൂട്ടാ. ഹലോ, അത് ടീച്ചർ ഇപ്പൊ വേറെ സ്ഥലത്ത് ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഓൾ മ്യൂട്ട് കൊടുത്താൽ ടീച്ചർ കൂടി മ്യൂട്ട് ആയി പോകും. അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും അപ്പനം മ്യൂട്ട് ചെയ്യുക കേട്ടാ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആരും ഇടയ്ക്ക് വെച്ച് അൺമ്യൂട്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കണ്ട. ടീച്ചർ സമയം തരും, അന്നേരം നിങ്ങൾ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ തന്നെ കോപ്പറേറ്റ് ചെയ്യുക. ടീച്ചർ വേറെ സ്ഥലത്ത് ഇരുന്നിട്ട് ഇവിടെ ഓഫീസിൽ ഇരുന്നല്ല ക്ലാസ് എടുക്കണേ. സോ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാം. Okay. Yes ma'am. Yes ma'am. Okay. Yes ma'am. Clear it? Okay. അപ്പൊ ഒരു മെറ്റീരിയൽസ് ഓർ സബ്സ്റ്റാൻസസ് അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും ലീക്കേജ് ആവുന്നതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെറ്റീരിയൽസ് മേ ബി അല്ലെങ്കിൽ സബ്സ്റ്റാൻസസ് ആയിരിക്കാം, അത് അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും എസ്കേപ്പ് ആവുന്ന അല്ലെങ്കിൽ ലീക്കേജ് ആവുന്നതിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? Yes ma'am. Okay, just thumb it. Okay, if it clear, just thumb. Okay. Okay. Then hospital, laboratories, industrial facilities and homes are just a few places where this kind of garbage can be found. നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബയോവേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്, റൈറ്റ്? ഏതൊക്കെയാവാം? ഇറ്റ് മൈറ്റ് ബി ബ്ലഡ് ആവാം, ബോഡി ഫ്ലൂയിഡ്സ് ആവാം, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ലാബിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സാമ്പിൾസ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കറിയാം ഇൻഡസ്ട്രിയില് ഇപ്പൊ ചിലപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഓക്കെ കെമിക്കൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിരിക്കാം, അവിടെ കെമിക്കൽസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അത് ലീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഈവൻ നമ്മുടെ വീടുകളിൽ പോലും ഇല്ലേ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് ആ ലിക്വിഡ് ഒക്കെ ഉണ്ട് അല്ലേ? ഈവൻ ഗ്യാസ്, നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് വരെ ലീക്കേജ് ആവാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനൊരു പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അതിനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ കിച്ചണിലാണെങ്കിൽ ഗ്യാസ് ലീക്കായി നമുക്കറിയാം, ആ റൂം എങ്ങനെയായിരിക്കണം? വായു സഞ്ചാരമുള്ളതാക്കണം അല്ലെ? അങ്ങനെ ഓരോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓരോ സ്പില്ലേജിനും നമ്മൾ ഡിഫറെന്റ് കൈൻഡിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ,
ഓക്കെ. അപ്പൊ സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ മേ കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്. അപ്പൊ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ സ്പില്ലേജ് ബയോ വേസ്റ്റ് ആയിട്ട് വരുന്നത്? വേസ്റ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ് ഇൻ ഹോസ്പിറ്റൽ ബ്ലഡ്, ഫ്ലൂയിഡ്, ബോഡി ബ്ലഡ്, ഫ്ലൂയിഡ്, അതർ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സബ്സ്റ്റാൻസസ്. ബ്ലഡ് ഉണ്ടാവാം, നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് അല്ലേ? ബ്ലഡ് വരാം. ദെൻ ബോഡി ഫ്ലൂയിഡ്സ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട് അല്ലേ? അത് വരാം. ദെൻ കെമിക്കൽസ്, പിന്നെ എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരാം. ഓക്കെ, എക്സ്റേ പോലുള്ളവ. ഇതൊക്കെ ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഗോട്ട് ഇറ്റ്? അപ്പൊ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലെ സ്പില്ലേജ് വേസ്റ്റിൽ വരുന്നത്? ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? എൽമ, can you say? blood, body fluids, chemicals, other potential spillage waste. ബ്ലഡ് വരാം, ബോഡി ഫ്ലൂയിഡ്സ് വരാം, കെമിക്കൽസ് വരാം, ദെൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരാം. ഓക്കെ, Okay, ma'am. ഓക്കെ. Then genuine management of leakage waste is important to protect the health and protection of people and the environment. നമുക്കറിയാം അത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് കെമിക്കൽസ് ആണ് അല്ലെ, ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് ഉണ്ട് അതില്. അപ്പൊ ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും തന്നെ അത് ഹാം ചെയ്യും അല്ലെ? ഹാംഫുൾ ആണ് അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ, ഹോമിൽ നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക്സ് ഉണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലിക്വിഡ് വേസ്റ്റേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ്, ഈവൻ ഫുഡ് വേസ്റ്റേജ് വരെ ഉണ്ട് അല്ലെ, വേസ്റ്റ് വരെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്? യെസ് മാം. അതെ. അപ്പൊ ഇതേപോലെ ഹോസ്പിറ്റലിലെ വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം എൻവയോൺമെന്റിനും ഈവൻ ഹ്യൂമൻ ഹെൽത്തിന് തന്നെ സംഭവിക്കുന്നത് എന്തൊക്കെയായിരിക്കാം? ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഡിസീസസ് ഒക്കെ പിടിപെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലേ? Then in hospitals, leakage waste can cause a risk of infection to healthcare workers and patients, as well as the prospects for the spread of disease. Got it? അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ. ഓക്കെ, ഹോസ്പിറ്റലിലെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ വേസ്റ്റേജിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ പിടിപെടാം. ഓക്കെ, ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യന്റിനുമാണ് ഇത് കൂടുതൽ. ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത്. ഇതുമായിട്ട് ഹോസ്പിറ്റലിൽ ആരാണ് കൂടുതലും കോണ്ടാക്ട് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ സ്റ്റാഫും പേഷ്യൻസും ആയിരിക്കും അല്ലേ? അവരിത് അവരെ ആയിരിക്കും ഇത് ഡേഞ്ചർ ആയിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നത്. Got it? Yes, ma'am. Besides, dangerous leakage waste can threaten the environment if not managed in a proper manner. To successfully manage leakage waste in hospital, it is necessary to have a leakage response plan in place. Provide an appropriate equipment for leakage response. Train staff on leakage response procedures. Use apt containment materials and properly discard the waste in accordance with the local regulations and hospital policies. എന്താ പറയുന്നേ? നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റിനെ ത്രെട്ടൻ ചെയ്യാം, നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിനെ ഇത് അഫക്ട് ചെയ്യാം. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് ആരാ അൺമ്യൂട്ട് ചെയ്തേക്കുന്നത്? പ്ലീസ് മ്യൂട്ട്. Okay, please mute. Okay. നമ്മള് എൻവയോൺമെന്റിന് ഹ്യൂമൻ ഹെൽത്തിനേക്ക് ഇത് ഹാംഫുള്ളി അഫക്ട് ചെയ്യും.
ഓക്കെ, അപ്പൊ ഈ ഹോസ്പിറ്റലിന് ഇതിന് പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഹൗ ടു ഹാൻഡിൽ ഇറ്റ്, ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അവർ ഫൗണ്ട് ചെയ്യണം, കണ്ടെത്തണം അല്ലേ. ദെൻ ട്രെയിൻഡ് സ്റ്റാഫ് ഉണ്ടായിരിക്കണം, ആ എക്യുപ്മെന്റ് യൂസ് ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റൽസിൽ. ഓക്കെ അല്ലേ. ദെൻ ഇത് നല്ലൊരു പ്രോപ്പർ ആയിട്ട് തന്നെ ഡിസ്കാർഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം ഈ വേസ്റ്റ്. ഓക്കെ, ഹോസ്പിറ്റൽ പോളിസീസിനെ ബേസ് ചെയ്തും അല്ലെങ്കിൽ ലോക്കൽ റെഗുലേഷന്റെ ബേസിലും ഈ നമ്മുടെ ഈ വേസ്റ്റ്, ഹോസ്പിറ്റൽ വേസ്റ്റ്, ഈ സ്പില്ലേജ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടുണ്ടാകണം. ഇത്രയും ക്ലിയർ ആണോ? Yes, ma'am. പറയോ. Yes, ma'am. മാം ഒന്നുകൂടെ പറയോ? ഏതാണ് പറയേണ്ടത്? ലാസ്റ്റ് പോയിന്റ് ആണോ? ലാസ്റ്റ് പോയിന്റ് ക്ലിയർ ആയില്ല? ഇല്ല മാഡം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് ഞാൻ പറയാട്ടോ. നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ? എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? The blood and body fluids, the chemical, I will call your name, and, okay? and other activities. For different kinds of hospitals include different kinds of waste. Spillage നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയായിരുന്നു? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസ് ആണ്. ഓക്കെ, പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ ആയാലും എൻവയോൺമെന്റിനെ ആയിട്ടും ഹാംഫുൾ ആയിട്ട് ഇത് അഫക്ട് ചെയ്യും. അപ്പൊ ഹോസ്പിറ്റൽ ഇതായിട്ട് കോണ്ടാക്ട് വരുന്നത് ആരാണ്? Health care workers and patients. Workers, patients. ജയ മ്യൂട്ടി. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ദ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഫാത്തിമ പ്ലീസ് മ്യൂട്ട്. Sorry, madam. PDF ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ജസ്റ്റ് തമ്പ്. ഓക്കെ, പ്ലീസ് മ്യൂട്ട്. മാം ക്ലാസ് എടുത്തതിന് ശേഷം ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോ സോറി, ക്ലാസ് കംപ്ലീറ്റ് ആയ ശേഷം ലാസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പോരെ മാം? ഈ നടുനടുവിൽ ചോദിക്കുമ്പോഴാണ് ഡിസ്റ്റർബ് ആവുന്നത്. ഓക്കെ, ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അതാണ്. ഓക്കെ, ക്യാരി ഓൺ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഹൗ ടു, നമ്മൾ ഇത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം, ഇത്തരം വേസ്റ്റ് എങ്ങനെ ഡിസ്കാർഡ് ചെയ്യണം, അതിനുള്ള എക്യുപ്മെന്റ്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ലോക്കൽ റെഗുലേഷൻസും ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് നമ്മൾ ഈ വേസ്റ്റിന് നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് നമ്മൾ ഇൻട്രോ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, റിസ്ക്. നമ്മുടെ അസോസിയേറ്റ് വിത്ത് സ്പില്ലേജ് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവയുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, here are some of the risk and hazard associated with spillage waste. First ആണ് infection. Okay, infection. Leakage of blood and body fluids can spread transmittable diseases such as HIV, hepatitis B and C and other blood-borne pathogens.
healthcare staff and patients who engage with polluted items are at risk of getting sick. എന്താ പറയുന്നേ? നമ്മൾ ഇതുമായിട്ട് കൂടുതൽ കണക്ട് ആവുന്നത് ആരാണ്? കോണ്ടാക്ട് വരുന്നത് ആരാണ്? ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആണ്. ഓക്കെ, അപ്പോ ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസ്. എന്തൊക്കെയാണ് ഈ ബ്ലഡുമായിട്ട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? HIV വരാം. ഓക്കെ, ബ്ലഡിലൂടെ HIV കോണ്ടാക്റ്റിലൂടെ, ബ്ലഡ് കോണ്ടാക്ട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് കോണ്ടാക്റ്റിലൂടെ വരുന്ന അസുഖങ്ങളാണ് HIV അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C. ഓക്കെ, ആൻഡ് അതർ ബ്ലഡ് ബോൺ പാത്തജൻസ്, രക്തത്തിലൂടെ പകരുന്ന മറ്റു പലതരം രോഗങ്ങളുണ്ട്. ഇതൊക്കെ ഈ ബ്ലഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന, ഓക്കെ, ബ്ലഡ് സ്പില്ലേജുമായിട്ട് കോണ്ടാക്ട് വരുന്ന ആളുകൾക്ക് വരുന്ന അസുഖങ്ങളാണ്. ഇൻഫെക്ഷൻസ് ആണ്. ഓക്കെ, ഇൻഫെക്ഷൻസ് ഉണ്ടാകാം അവർക്ക്. ഓക്കെ, അപ്പൊ ലീക്കേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ക്യാൻ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസ്. ഏതൊക്കെയാണ് ഡിസീസ്? HIV, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C. അപ്പൊ ഇതാരാണ് കൂടുതലും എൻഗേജ് ആയിട്ട്? ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ആണ് ഇതുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് അല്ലേ? ഈ ബ്ലഡ് സ്പില്ലുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ഹെൽത്ത് കെയർ സ്റ്റാഫും പിന്നെ ആരാണ്? നമ്മുടെ പേഷ്യൻസും ആണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കെമിക്കൽ എക്സ്പോഷർ. വാട്ട് ഈസ് കെമിക്കൽ എക്സ്പോഷർ? ലീക്കേജ് ഓഫ് കെമിക്കൽ. സ്ക്രീൻ കാണുന്നില്ല. നെക്സ്റ്റ് പേപ്പർ ആയിട്ടില്ല. നെക്സ്റ്റ് പേജ് കാണുന്നില്ല മാം. ഓക്കെ, റിജു പ്ലീസ് സ്ക്രോൾ ഇറ്റ്. റിജു സ്ക്രോൾ ചെയ്യാവോ? റിജു, പ്ലീസ് മ്യൂട്ട് ചെയ്യട്ടോ രശ്മി. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? യെസ് മാം. സെക്കൻഡ് പോയിന്റ് അല്ല മാം, സെക്കൻഡ് പോയിന്റ് ഇല്ല. Mute all. Mute ചെയ്യാവോ? രേഷ്മ or രശ്മി, who is this? Mute ചെയ്യാവോ? Please mute. Okay. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മളാണ് കെമിക്കൽ എക്സ്പോഷർ. നെക്സ്റ്റ് പോയിന്റ് ആണ് കെമിക്കൽ എക്സ്പോഷർ. ലീക്കേജ് ഓഫ് കെമിക്കൽസ് ക്യാൻ എക്സ്പോസ് ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് പേഷ്യൻസ് ടു ടോക്സിക് സബ്സ്റ്റാൻസസ് which can. മാം സ്ക്രീൻ വേറെയാണ്. ആയിട്ടില്ല, വേറെ നടക്കുന്നത്. ഫസ്റ്റ് പേജ് തന്നെയാ, ഫസ്റ്റ് പേജ്. റിജോ ഫസ്റ്റ് പേജ് തന്നെയാണ്. അതിലെ സെക്കൻഡ് ടോപ്പിക് റിസ്ക് ആൻഡ് ഇത് തന്നെ. ഓക്കെ മാം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ മാം. എന്തായിരുന്നു? കെമിക്കൽ എക്സ്പോഷറിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് കെമിക്കൽ എക്സ്പോഷർ? ലീക്കേജ് ഓഫ് Leakage of chemicals can expose healthcare staff and patients to toxic substances, which can lead to skin irritation, respiratory problems, or other health issue. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റൽസിൽ ലാബ്സിലൊക്കെ എന്തുണ്ടാ കെമിക്കൽസ് ഉണ്ട് അല്ലെ? സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കെമിക്കൽസ് യൂസ് ചെയ്യാം. ഈ കെമിക്കൽസിന്റെ ലീക്കേജ് കൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ വരും എന്ന് പറയുന്നത്? സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാം. ഓക്കെ, ദെൻ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പൊ ഇതായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് ആരാണ്? ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൻഡ് അഗെയിൻ ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും പേഷ്യന്റിനെയാണ് ഇത് ഹാംഫുള്ളി അഫക്ട് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇവരാണിത് കൂടുതലും ഇവരുമായിട്ടാണ് ഇത് കോണ്ടാക്ട് വരുന്നത്. കെമിക്കല്. ഗോട്ട് ഇറ്റ്?
ഓക്കെ. ലീക്കേജ് ഓഫ് കെമിക്കൽസ് ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും അല്ലെങ്കിൽ അതിന്റെ പേഷ്യൻസിനെയുമാണ് ടോക്സിക് ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. അപ്പോ ഇതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകാം. ഓക്കെ. നെക്സ്റ്റ് ആണ് ഇഞ്ചുറി. Injury. What is injury? Leakage of shafts can endanger both healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogen. എന്താണ് നമുക്കറിയാം, ഹോസ്പിറ്റൽസിൽ ഷാർപ്സ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ട്, നീഡിൽസ് കാണാം, സിസേഴ്സ് കാണാം, അല്ലെ, നൈഫ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നവർക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാം. അതിലൂടെ ബ്ലഡ് ബോൺ പാത്തജൻസ്, അഗെയിൻ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. അഗെയിൻ ഇത് കോണ്ടാക്ട് വരുന്നത് ആരായിട്ടാണ്? പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ സ്റ്റാഫിനെയാണ് ഇത് ഹാർംഫുള്ളി അഫക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ മുറിവിലൂടെ പലതരം അസുഖങ്ങൾ, ബ്ലഡ് ബോൺ രക്തത്തിലൂടെ പകരുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. Then next ആണ് radiation exposure. What is radiation exposure? Leakage of radioactive materials can expose healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer or other health issue. Radioactive materials in the leakage. Okay. ഇതുമൂലം ഇതാരെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്? അഗെയിൻ ഹെൽത്ത് കെയർ സ്റ്റാഫിനെയും പേഷ്യൻസിനെയുമാണ്. ഓക്കെ. ഈ ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്താണ് അയണൈസിങ്? വാട്ട് ഈസ് അയണൈസിങ് റേഡിയേഷൻ? എന്താണ് അതിന് എക്സാമ്പിൾ ആണ് എക്സ്റേ. ഓക്കെ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എക്സാമ്പിൾ ആണ് എക്സ്റേ. അപ്പോ ഇതുമൂലം ഏതവസ്ഥയ്ക്കാണ് കാരണമാകുന്നത്? നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രോൺസുകളെ റിമൂവ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഓക്കെ. മോളിക്യൂൾസിൽ നിന്ന്, ആറ്റത്തിൽ നിന്നും മോളിക്യൂൾസിൽ നിന്നും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു ഈ അയണൈസിങ് റേഡിയേഷനിലൂടെ. ഓക്കെ. which can cause എന്തിനൊക്കെ കാരണമാകുന്നു? റേഡിയേഷൻ ഇൽനെസ്, അതായത് ക്യാൻസറിന്, അതർ ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഇത് കാരണമാകുന്നു. ഈ റേഡിയേഷൻ എക്സ്പോഷറിലൂടെ ക്യാൻസർ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ ആണോ? Then what's next? Environmental pollution. Leakage of dangerous materials can contaminate the environment, including soil, water and air. Who is Ajmi? Ajmi. എന്തായിരുന്നു? എന്താ അജ്മിയുടെ ഡൗട്ട് എന്താ? Where is Ajmi? ഇന്നലെ നോട്ട്സ് ഇട്ടോന്ന് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞതാണ്. സോറി, ഇടയ്ക്ക് പറഞ്ഞേന്. ഓക്കെ. മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. Okay, next, environmental pollution. Okay. Leakage of dangerous materials can contaminate the environment, including soil, water, and air. This pollution can cause long-term result on human health and environment. എന്താ പറയുന്നേ? ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലീക്കേജ് എൻവയോൺമെന്റിൽ, നമ്മുടെ സോയിലില്, വാട്ടർ ആൻഡ് എയറിലേക്ക് എത്തിച്ചേർന്നാൽ അത് ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും ഹാമായിട്ട് അഫക്ട് ചെയ്യും, അല്ലെ? ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആവും. ഓക്കെ. Please listen here, please.
അതിനുശേഷം നിങ്ങൾക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ലിസൺ ഹിയർ. നോട്ട്സ് PDF എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? ഇന്നലത്തെ ക്ലാസ്സിന്റെ നോട്ട് കിട്ടിയിട്ടില്ല മാം, അതാണ് എല്ലാരും ഡൗട്ട് ആയി ഇല്ല മേഡം, ഇന്നലത്തെ ക്ലാസ് നോട്ട് കിട്ടിയിട്ടില്ല. PDF കിട്ടിയിട്ടില്ല. ഇല്ല. കിട്ടിയവര് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ കൊള്ളായിരുന്നു, അപ്പൊ എല്ലാവർക്കും കിട്ടും. ഓക്കെ, ഗ്രൂപ്പ് നമ്മുടെ കിട്ടിയിട്ടുണ്ട് മാം. PDF നോട്ട് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. സെൻഡ് ചെയ്ത് കൊടുക്കും, ഷെയർ ചെയ്ത് കൊടുക്കും. രണ്ട് മൊഡ്യൂൾസും അല്ല മാം, രണ്ട് മൊഡ്യൂൾസും ഷെയർ ചെയ്തിട്ടുണ്ട് ക്ലാസ് റൂമില്. അവർക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അവൈലബിൾ ആണ് PDF. ഇന്നലെ ക്ലാസ് കണ്ടിട്ടില്ല. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. മാം അത് മേഡം ഇന്നലത്തെ ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ. അത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് അതില്. ഇന്നലത്തെ ക്ലാസ് അതെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇട്ടേക്കുന്നത്. കൊടുത്തിട്ടുണ്ട്. അതില് PDF ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും കിട്ടിയിട്ടില്ല, ഇന്നലത്തെ ക്ലാസ്സും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടുന്നില്ല. ഉച്ചക്ക് മുമ്പ് ക്ലാസ് ഒക്കെ കിട്ടൂട്ടാ. എന്തോ ജോ? ഗ്രൂപ്പ് അഡ്മിൻ ഒന്ന് ഇട്ട് വെച്ചാൽ നന്നായിരുന്നു മാം, അതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ അത് ക്ലിയർ ആയില്ല മാം. ഓക്കെ, മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് പ്ലീസ് സ്റ്റോപ്പ്. ഓക്കെ, ജസ്റ്റ് ലിസൺ ഹിയർ. ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു, ഡിസ്ട്രാക്ട് ആവുന്നു, അതുകൊണ്ടാട്ടോ. ഓക്കെ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ലീക്കേജ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ലീക്കേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ലീക്കേജ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഈ നമ്മുടെ എൻവയോൺമെന്റിനെ മലിനമാക്കും. ഓക്കെ, കണ്ടാമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഇൻ ഫ്യൂച്ചറിൽ നമ്മളത് വളരെയധികം ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യാം, നമ്മുടെ എൻവയോൺമെന്റിനെ ആയാലും ഹ്യൂമൻ ഹെൽത്തിനെ ആയാലും അല്ലെ? നമ്മുടെ ഈ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ സോയിലില്, മണ്ണിലും വാട്ടറിലും എയറിലൊക്കെ എത്തിച്ചേർന്നാൽ എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കാം? പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. എന്തോ അതിനാ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടും. അതെ, രോഗങ്ങൾ പിടിപെടാൻ ചാൻസസ് ഉണ്ട്. ദെൻ നമുക്ക് മാത്രമാണോ? ഇൻ ഫ്യൂച്ചറിലും അത് എക്സിസ്റ്റ് ചെയ്യും അല്ലേ? മണ്ണിലോട്ട് അബ്സോർബ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് ഫ്യൂച്ചറിലും അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും അല്ലേ? ക്ലിയർ ആയില്ലേ? നമ്മൾ ഇൻഫെക്ഷൻ, കെമിക്കൽ എക്സ്പോഷർ, ഇഞ്ചുറി, റേഡിയേഷൻ എക്സ്പോഷർ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ. The last one is legal and financial responsibility. Okay, legal and financial responsibility. Inappropriate handling and disposal of leakage waste may cause illegal and financial liability for hospitals and healthcare organizations. എന്താ പറയുന്നേ? ഇത് പ്രോപ്പർ ആയിട്ട് ഇത്തരത്തിലുള്ള ലീക്കേജസിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടും ലീഗലായിട്ടും ലയബിലിറ്റീസ് ആർക്കുണ്ടാകാം? ഹോസ്പിറ്റൽസിന് ഉണ്ടാകാം. അത് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത്തരത്തിലുള്ള ലീക്കേജ് അല്ലെങ്കിൽ ബയോ വേസ്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ ആണോ മാം? ആ പേജ് പോയി. എന്തോ പേജ് കിട്ടുന്നില്ല മാം. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ട് മാം. ഇല്ല ഇല്ല, കാണാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇല്ല, ഇത് കാണാൻ പറ്റുന്നില്ല.
കാണാൻ പറ്റുന്നില്ല? ആർക്കാ കാണാൻ പറ്റാതെ? അബി. കാണാൻ പറ്റുന്നില്ല. സിക്സ്ത് പോയിന്റ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ. കാണാൻ പറ്റുന്നില്ല മാഡം. കാണുന്നുണ്ട് മാഡം. കാണുന്നില്ല. ഓക്കെ ഓക്കെ. കാണുന്നില്ല? കാണുന്നുണ്ട് മാഡം. കാണുന്നില്ല മാഡം. അത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കൂ. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഒന്നുകൂടി സ്ക്രോൾ ചെയ്യാവോ റിജോ മുകളിലോട്ട്? ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണാൻ പറ്റുന്നുണ്ടെന്ന്. അത് ക്ലിയർ ആണ്? ഇത് ക്ലിയർ ആണ് മാഡം. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഏതൊക്കെ സോഴ്സസിലൂടെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ വേസ്റ്റേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ വേസ്റ്റേജ് ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽസിൽ? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ. എന്താ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്? ഡ്യൂറിങ് സർജറീസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്, റിജോ ആ പേജ് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാവോ റിജോ? ചെറുക്ക് കാണുന്നില്ല എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ടാ. റിജോ അറിയതേ? റിജോ ഫസ്റ്റ് പോയിന്റ് കാണുന്നുണ്ട്, സെക്കൻഡ് പോയിന്റ് കാണുന്നില്ല. ഓക്കെ ഓക്കെ. സെക്കൻഡ് പോയിന്റ് ലബോറട്ടറി ടെക്സ്റ്റ് വരെ കാണുന്നുണ്ട് മാം. ഓക്കെ ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ മാഡം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. പേജ് വന്നിട്ടില്ല. എന്തോ? പേജ് വന്നിട്ടില്ല. സോറി, പേജ് അവിടെ ഉണ്ടല്ലോ. പേജ് വന്നിട്ടില്ല. പേജ് വന്നിട്ടില്ല. ഓൾസോ അവിടെ മുതൽ തുടങ്ങുന്നുണ്ട്. സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ക്ലിയർ അല്ലേ? അത് കാണാം ക്ലിയർ ആണ്. ഡ്യൂറിങ് സർജറീസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണ്. During surgeries, blood transfusion and dialysis, there is a risk of leakage of blood and body fluids. എങ്ങനെയൊക്കെയാണ് ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് ഉണ്ടാവുന്നത് ഹോസ്പിറ്റലിൽ? ഡ്യൂറിങ് സർജറീസ് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ലീക്കേജസ് ഉണ്ടാകാം. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ, ഓക്കെ, ഡയാലിസിസിന്റെ സമയത്ത് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ആ സമയത്ത് ദർ മൈറ്റ് എ ചാൻസ് ടു ലീക്കേജ്. ഓക്കെ, ബ്ലഡിന്റെ ലീക്കേജിന് ചാൻസസ് ഉണ്ട്. ഇതെപ്പോഴാണ്? അപ്പൊ ഇത്തരത്തിലാണ് മെഡിക്കൽ പ്രൊസീജിയേഴ്സിന്റെ സമയത്ത് ബ്ലഡിന്റെയും അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെയും ലീക്കേജസ് ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ മാം. ഓക്കെ, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് എങ്ങനെയാണ്? ലാബറട്ടറി ടെസ്റ്റിംഗ്. ലാബിലെ ടെസ്റ്റിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാമ്പിൾസ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ hospitals carry out different laboratory tests on blood, urine and other body fluids. These tests can consist of the use of chemicals, reagents and other dangerous materials. ഈ ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ അപ്കമിങ് ക്ലാസ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഏതൊക്കെ ബോഡി ഫ്ലൂയിഡ്സ് ആണെന്നുള്ളത്. ഓക്കെ, ഇപ്പോ ഹോസ്പിറ്റൽസിൽ നമുക്കറിയാം ലാബില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റ്സ് നടക്കുന്നുണ്ട് അല്ലെ? യൂറിന്റെ ആവാം, അല്ലെങ്കിൽ ബ്ലഡിന്റെ ആകാം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിന്റെ ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്.
ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ലീക്കേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അല്ലേ? ആ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലീക്കേജസ് വരാം. ഓക്കെ. അല്ലെങ്കിൽ ഈ ടെസ്റ്റിന്റെ സമയത്ത് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ അനാലിസിസിന് വേണ്ടി റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ ടെസ്റ്റിന്റെ സമയത്ത്. അപ്പോൾ ഇതൊക്കെ ലീക്കേജ് വരാനായിട്ട് അല്ലെങ്കിൽ സ്പ്രെഡ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട് അവിടെ. ഓക്കെ. ഇത്തരത്തിലും ഹോസ്പിറ്റൽസിലെ ഒരു സോഴ്സ് ആണ് നമ്മുടെ ലീക്കേജ് അല്ലെങ്കിൽ വേസ്റ്റേജിന്റെ ഒരു സോഴ്സ് ആണ് ലബോറട്ടറി ടെസ്റ്റിംഗ്. ഓക്കെ. അപ്പൊ മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെയും ലബോറട്ടറി ടെസ്റ്റിംഗിലൂടെയും നമ്മുടെ ഹോസ്പിറ്റൽസിൽ സ്പില്ലേജസ് ഉണ്ടാകുന്നുണ്ട്, വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ദെൻ പേഷ്യന്റ് കെയർ. പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിലൂടെ എങ്ങനെയൊക്കെയാണ്? ഇൻ ദ കോഴ്സ് ഓഫ് പേഷ്യന്റ് care activities such as changing bed lines, clearing bed pans, or helping with personal cleanliness, there is a risk of leakage of body fluids and other materials. പേഷ്യന്റിനെ കെയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ്? ചിലപ്പോൾ ബെഡ് റിട്ടൺ ആയിട്ടുള്ള പേഷ്യന്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ നമുക്കറിയാം ഡെയിലി ബെഡ് ലൈൻസ് ബെഡ്ഷീറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യും അല്ലെ? അല്ലെങ്കിൽ യൂറിൻ കളക്ട് ചെയ്യുന്ന ബെഡ് പാൻസ് ഉണ്ട് അവിടെ, ബെഡ് പാൻസ്. ഓക്കെ. യൂറിൻ കളക്ട് ചെയ്യുന്ന ബെഡ് പാൻസ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ യൂറിൻ സ്പ്രെഡ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്, ലീക്കേജ് വരാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ പേഷ്യന്റിന്റെ ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ പറഞ്ഞു ഈ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ അതിൽ അബ്സോർബ് ആയിട്ടുണ്ടാകാം അല്ലെ, ഈ ബോഡി ഫ്ലൂയിഡ്സ്, അങ്ങനെ ലീക്കേജസ് വരാം. ദെൻ നമ്മുടെ പേഷ്യന്റിനെ ക്ലീൻ ആക്കുമ്പോൾ അല്ലെ, ബോഡി ക്ലീൻ ചെയ്യുമ്പോഴും നമ്മുടെ വേസ്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലെ? അപ്പോ there is a risk of ലീക്കേജ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ്. ഇത്തരത്തില് ഇപ്പോ ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, ഇതൊക്കെ ലീക്കേജസ് ആവാൻ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള ലീക്കേജസ് സംഭവിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള സ്പില്ലേജ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അല്ലെങ്കിൽ ക്ലിയറിംഗ് ബെഡ് പാൻസ്. ബെഡ് പാൻസ് മീൻസ് യൂറിൻ കളക്ട് ചെയ്യുന്ന വെസൽസ് ഇല്ലേ, അതാണ് ബെഡ് പാൻസ്. ഈ ബെഡ് പാൻസ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പേഷ്യന്റിനെ ക്ലീൻ ചെയ്യുന്നതിലൂടെയൊക്കെ പ്ലീസ് ആഷ്ന മ്യൂട്ട്, അവിടെ സ്പില്ലേജ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് ആണ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഇത്തരത്തിലുള്ള മെഡിക്കൽ വേസ്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഓക്കെ, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. Hospitals create many medical waste which can consist of sharps, contaminated dressings and other dangerous materials. Improper handling and disposal of medical waste can cause leakage. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഹോസ്പിറ്റൽസിൽ ധാരാളം മെഡിക്കൽ വേസ്റ്റ്, ബയോ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഷാർപ്സ് ഒബ്ജക്റ്റ് ഉണ്ടാവാം, നീഡിൽസ് ഉണ്ടാവാം അല്ലെ, സർജറി ടൈമിൽ ഉണ്ടാവുന്ന ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ആ സമയത്ത് യൂസ് ചെയ്യുന്ന സിസേഴ്സ്, നീഡിൽസ്, ഇതൊക്കെ എന്താണ്? വേസ്റ്റുകളാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ബെഡ്ഷീറ്റ്, അത് ചേഞ്ച് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, അതിൽ അബ്സോർബ് ആയിട്ടുണ്ടായിരിക്കുന്ന ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ഇങ്ങനെ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഇതിനെ ഷാർപ്സ് ഒബ്ജക്റ്റ്, ഇതിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യണം, അതിൽ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റാം? അവിടെ there is a might chance to leakage. ലീക്കേജിന് ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ഒന്നും കൂടെ ഒന്ന് പറയാം. മറ്റേ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ഒന്നും കൂടി പറയാം അല്ലേ? ഓക്കെ, എന്താ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്? നമ്മൾ പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള വേസ്റ്റ് ഉണ്ടാകുന്നത്. എങ്ങനെയൊക്കെയാണ്? ബ്ലഡ് ഉണ്ടാകുന്നുണ്ട്, ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിലൂടെ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ക്ലിയറിംഗ് ബെഡ് പാൻസ് അല്ലെ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, നോട്ട് കണ്ടാമിനേറ്റഡ് ഡ്രസ്. നോട്ട് അങ്ങ് പോയല്ലോ, സ്ക്രീനിൽ കാണുന്നില്ല. കാണുന്നുണ്ടല്ലോ. റിജോ, PDF വിസിബിൾ അല്ല. റിജോ
കാണുന്നുണ്ട് മാം. കാണുന്നുണ്ടോ? ഇല്ല ഇല്ല ചിലർക്ക് കാണുന്നില്ലെന്ന് തോന്നുന്നു, ചിലർക്ക് ഇല്ല നിറയെ മാം. പേർക്ക് കാണുന്നില്ല. കാണുന്നില്ല മാം. കാണുന്നുണ്ട് റിജോ ഇപ്പൊ. ഞങ്ങൾക്കൊന്നും കാണുന്നില്ല. ഓക്കെ ഓക്കെ. ജസ്റ്റ് വെയിറ്റ് ചെയ്യട്ടോ. ജസ്റ്റ് ലിസൺ ഹിയർ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് PDF കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കും. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ലിസൺ ഹിയർ. മൈ ബി ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം, ഐ ഡോണ്ട് നോ. നമ്മുടെ PDF വിസിബിൾ അല്ല. ഓക്കെ, ജസ്റ്റ് ലിസൺ ഹിയർ. ഇപ്പൊ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ക്ലിയർ ആയില്ലേ? നേരത്തെ ചോദിച്ചത് ആരായിരുന്നു? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ. നെക്സ്റ്റ് ആണ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റൽസിൽ. ഓക്കെ, ക്ലിയർ ആയില്ല. അശ്വിൻ ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ല എന്നാണോ പറഞ്ഞത് അശ്വിൻ? ഓക്കെ ഓക്കെ. ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് എന്താണ്? ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഉണ്ട്, അതിനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? റിജോ സ്ക്രീൻ വിസിബിൾ അല്ല. ഇപ്പൊ ഓക്കെ ആയി മാം. ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ ഓക്കെ. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേസ്റ്റിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പോസൽ ചെയ്യണം? ഓക്കെ, ഹോസ്പിറ്റൽസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാർപ്സ് ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ? നീഡിൽസ് ഉണ്ടാകാം, അല്ലെങ്കിൽ സിസേഴ്സ് ഉണ്ടാകാം, നൈഫ്സ് ഉണ്ടാകാം. സർജറീസ് ടൈമിൽ യൂസ് ചെയ്യുന്ന നൈഫ്സ് അല്ലെങ്കിൽ സിസേഴ്സ് ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ വേസ്റ്റ് ആണ്. ഓക്കെ, വേസ്റ്റ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള നീഡിൽസ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ്, ഇങ്ങനെ ബ്ലഡ് ഒക്കെ അബ്സോർബ് ആയ ഡ്രസ്സ് നമ്മൾ റീയൂസ് ചെയ്യോ? ഹോസ്പിറ്റൽസിൽ ഇല്ല അല്ലെ? അതൊക്കെ വേസ്റ്റ് ആണ് അല്ലെ? ഓക്കെ, ഹോസ്പിറ്റലിലെ വേസ്റ്റ് ആണ് അതൊക്കെ. ദെൻ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ്, പലതരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സ്, ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള വേസ്റ്റ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ ചെയ്യണം എന്നതാണ് പറയുന്നത്. പിന്നെ ഇത് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അവിടെ ലീക്കേജസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് അല്ലേ? ക്ലിയർ ആയോ? അശ്വിൻ ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ അശ്വിൻ. നെക്സ്റ്റ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ധാരാളം എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യണം. ഇപ്പൊ മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റീയൂസ് ചെയ്യുന്നല്ലേ? എന്തോ ടൂൾസ് ഒക്കെ റീയൂസ് ചെയ്യുന്നല്ലേ? ക്ലിയർ ആയില്ല. ടൂൾസ് റീയൂസ് ചെയ്യുന്നതല്ലേ? റീയൂസ് ചെയ്യുന്നതുണ്ട്, ചെയ്യാത്തതും ഉണ്ട്. ഓക്കെ, ഇപ്പൊ കണ്ട ഡ്രസ്സിലൊക്കെ ബ്ലഡ് അബ്സോർബ് ആയ നമ്മളത് റീയൂസ് ചെയ്യില്ല അല്ലേ? അത് വേസ്റ്റ് ആണ് അവിടുത്തെ. ഓക്കെ ഓക്കെ. ദെൻ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ടൂൾസ് ഒക്കെ അല്ലേ? വൺ ടൈം യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. ഓക്കെ, നീഡിൽസ് ഒക്കെ നമ്മൾ വൺ ടൈം അല്ലേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ വീണ്ടും യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. അത്തരത്തിലുള്ള ടൂൾസിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ റിപ്പയർ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? അപ്പൊ അതിനായിട്ട് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് അവിടെ ആ സമയത്ത് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇത്തരത്തിലുള്ള കെമിക്കൽസ് ലീക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അതും ഒരു ലീക്കേജ് ആണ്, ഒരു വേസ്റ്റ് ആണ് ഹോസ്പിറ്റലിലെ. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ? ഓക്കെ മാം. ഒന്നോടെയും പറയോ?
എന്താ ജെൻസി? ഒന്നും കൂടി പറയോ? ഓക്കെ പറയാം. മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. ഓക്കെ പറയാം. മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൂൾസ് ആൻഡ് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിസേഴ്സ് നമ്മൾ വൺ ടൈം യൂസ് ആണോ സിസ്റ്റർ ചെയ്യുന്നത്? അല്ല, വീണ്ടും യൂസ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതിനെ കെമിക്കൽ യൂസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം അല്ലേ? അപ്പൊ ആ സമയത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പലതരം മെറ്റീരിയൽസ് പ്രിപ്പയർ. കെമിക്കൽ ലീക്കേജ് ആവുന്നതിനാണ് ഇപ്പൊ ഈ പറയുന്നത് അല്ലേ? മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഈ എക്യുപ്മെന്റ്സ് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസിന്റെ ലീക്കേജസും അവിടെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. മാം, ഇതില് റീയൂസബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് മാത്രല്ലേ പറയുന്നതുള്ളൂ? അതെ. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താ സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിൽ പറയുന്നത്? ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ്. കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. ഈ മെയിൻ്റെനൻസിന്റെ ഒന്നും കൂടി പറയോ? മെയിൻ്റെനൻസിന്റെ ഒന്നും കൂടി പറയാം. അത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് മനസ്സിലാവല്ല, അതുകൊണ്ടാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? സിസർ യൂസ് ചെയ്യുന്നുണ്ട്, നൈഫ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് സർജറീസിന്റെ സമയത്തൊക്കെ പലതരത്തിലുള്ള കത്തികൾ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പലതരത്തിലുള്ള നൈഫ്സ്, കത്തികള്, സിസേഴ്സ്, കത്രികകള്. ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അഗെയിൻ വീണ്ടും യൂസ് ചെയ്യാം അല്ലെ? ഒരാൾക്ക് യൂസ് ചെയ്ത സിസർ തന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. പക്ഷെ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ക്ലീൻ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസ് ലീക്ക് ആവാം. ദെൻ നമ്മൾ പറഞ്ഞു നീഡിൽസ് ഉണ്ട്. ഓക്കെ, സിറിഞ്ചസ് യൂസ് ചെയ്യും. ഈ നീഡിൽസ് വൺ ടൈം യൂസ് ആണ് അല്ലേ? ഇതും ഒരു വേസ്റ്റ് ആണ്. ഈ ഓപ്പറേഷൻ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന സിറിഞ്ച്, നീഡിൽസ് വൺ ടൈം യൂസ് ആണ്. അത് കഴിഞ്ഞത് വേസ്റ്റ് ആണ്. അത് പ്രോപ്പർ ആയിട്ട് അതും ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതും ലീക്കേജ് ആണ്, അവിടുത്തെ ഒരു വേസ്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായി. ക്ലിയർ ആയോ? ആരായിരുന്നു നേരത്തെ ചോദിച്ചത്? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു കാര്യം, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആരും ലെഫ്റ്റ് ചെയ്ത് പോകരുത്. ഓക്കെ, 11:30 to 12:30 ഒരു ക്ലാസ് ഇല്ലേ? ഓക്കെ, സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. കണ്ടിന്യൂ ചെയ്തോട്ടെ? ചെയ്തോളൂ മാം. Okay. In the course of transporting medical waste, laboratory samples and other. Please mute. Rinch. അഞ്ചാമത്തെ പറഞ്ഞായിരുന്നോ? അഞ്ചാമത്തെ ഡൗട്ട്സ് എല്ലാവർക്കും ചെയ്തു ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കേട്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ ഒക്കെ പറഞ്ഞ കുഴപ്പമില്ല. ക്ലിയർ ആയില്ല? എന്താണ് അഞ്ചാമത്തെ പറഞ്ഞോന്ന് വെച്ചതാ, വേറെ ഒന്നുമില്ല. അത് താൻ ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നല്ലോ ഇപ്പൊ തന്നെ. മാമിനോടാ ചേച്ചിനോട് ചോദിച്ചില്ല. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടിരുന്നോളൂ കേട്ടോ. അതിൽ പറയുന്നത് അഞ്ചാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എക്യുപ്മെന്റ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസിന്റെ ലീക്കേജസ് അവിടെ ഉണ്ടാകാം. അതിലൂടെ ഒരു സോഴ്സ് ആണ്, ഹോസ്പിറ്റലിലെ വേസ്റ്റ് ക്രിയേറ്റ് ആവുന്ന ഒരു സോഴ്സ് ആണ് ഇത്തരത്തിലുള്ള കെമിക്കൽസ്. ഗോട്ട് ഇറ്റ്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്.
In the course of transporting medical waste, laboratory samples and other dangerous materials within the hospital or to an off-site facility, there is a risk of leakage. അല്ലേ? എന്താ പറയുന്നേ? നമ്മൾ ഈ ലീക്കേജസ് നമ്മൾ മൂവ് ചെയ്യും അല്ലേ? നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യും. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആൻഡ് ഫ്ലൂയിഡ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആ സമയത്തും ഇത് ലീക്കേജസ് ആവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, മാം സ്ക്രീൻ വേറെയാണ് ഇവിടെ വെച്ച് നിർത്താം, സ്റ്റോപ്പ് ചെയ്യാം. ഇത്രയും നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മേഡം സ്ക്രീൻ വേറെ ആയിരുന്നു. സോറി. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ മാം. ഇപ്പൊ കാണാം. നമ്മൾ എന്തായിരുന്നു, ഞാൻ പേര് വിളിക്കാം, അവര് പറഞ്ഞു മതി. ഓക്കെ, വാട്ട് ഇസ് സ്പില്ലേജ് വേസ്റ്റ്? എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? അശ്വിൻ, അശ്വിൻ. ഞാനാണ്. ഈ സ്റ്റോറേജ് വേസ്റ്റിൽ നിന്നും സ്പീൽ ഔട്ട് ആവുന്ന ഇതാണ് സ്പില്ലേജ് വേസ്റ്റ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാമോ? വാട്ട് ഇസ് സ്പില്ലേജ് വേസ്റ്റ്? എന്തായിരുന്നു സ്പില്ലേജ് വേസ്റ്റ്? എനിബഡി? ഹോസ്പിറ്റൽസിലെ മെറ്റീരിയൽസും സബ്സ്റ്റൻസസും ലീക്കേജ് ആവുന്നതിനെ അതിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ സ്പില്ലേജ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിന്റെ സ്റ്റോറേജ് പ്ലേസിൽ നിന്നും ഡിസ്ചാർജ് ആവുന്നതിനെയാണ് നമ്മൾ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. കെമിക്കൽസ്, ബോഡി ഫ്ലൂയിഡ്, പലതരം ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം. ഹോസ്പിറ്റൽസ്, ഇൻ കേസ് ഹോസ്പിറ്റലിലാണെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ടാവാം, ബ്ലഡ് ഉണ്ടാവാം, റേഡിയോ ആക്ടിവിറ്റി മെറ്റീരിയൽ. ഓക്കെ, ദെൻ അതിലുണ്ടാവുന്ന അപകട സാധ്യതകൾ, റിസ്ക് എന്തൊക്കെയാണ്? ഇൻഫെക്ഷൻ വരാം അല്ലെ? ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് ആർക്കാണ്? ഹെൽത്ത് കെയർ സ്റ്റാഫിനും പിന്നെ ആർക്കാണ്? പേഷ്യന്റുമാണ് കോണ്ടാക്ട് സംഭവിക്കുന്നത്. അപ്പൊ അവർക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ കെമിക്കൽ എക്സ്പോഷർ, ഈ കെമിക്കലുമായിട്ട് കോണ്ടാക്ട് വരുന്നതിലൂടെ അവർക്ക് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാകാം. ദെൻ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകാം, ശ്വാസം എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ദെൻ മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് ഉണ്ടാകാം. Then next ഇഞ്ചുറി, നമ്മൾ പറഞ്ഞു ഷാർപ്സ് ഒബ്ജക്റ്റ് ഒക്കെ ഇഞ്ചുറീസ് സംഭവിക്കാം. ഓക്കെ, ഇഞ്ചുറീസിലൂടെ നമ്മൾ പറഞ്ഞു രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട് അല്ലെ? HIV, ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ഈ കോണ്ടാക്റ്റിൽ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനൊക്കെ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ റേഡിയേഷൻ എക്സ്പോഷർ, റേഡിയേഷനിലൂടെ പലതരം അസുഖങ്ങൾ വരാം. ഏതൊക്കെയാണ്? ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാം. ഓക്കെ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ, ഇത്തരത്തിലുള്ള വേസ്റ്റ് എൻവയോൺമെന്റിൽ എത്തുന്നതിലൂടെ പ്ലീസ് മ്യൂട്ട് ചെയ്യാവോ എല്ലാവരും? ಪ್ಲೀಸ್ ಮ್ಯೂಟ್. ನಾನು ಇಲ್ಲಿ ಅಲ್ಲಿ ಇಲ್ಲ ಸರ್. ಪ್ಲೀಸ್ ಮ್ಯೂಟ್. ಇಲ್ಲಿ ಬ್ರಾವೋ 1 ಸರ್, ಈ ಕಡೆ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോവേണം. ഓക്കെ, എന്തായിരുന്നു ക്ലിയർ ആയില്ല എനിക്ക്. ഓക്കെ, എനിവേ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള വേസ്റ്റേജ് ഈ നമ്മുടെ എർത്തിലായാലും അബ്സോർബ് ചെയ്യുന്നതിലൂടെ ഇൻ ഫ്യൂച്ചറിലായാലും ഇപ്പോഴും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ എർത്തിൽ അത് എക്സിസ്റ്റ് ചെയ്യും അല്ലെ? അപ്പോ ഇത്തരത്തിലുണ്ടാകുന്ന ഈ വേസ്റ്റേജ് നമ്മുടെ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും ഹാംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. ഇത്തിരി സ്പീഡിൽ എടുത്തു പോവുകയാണ്. ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഹോസ്പിറ്റൽസിന്. ഇത് പ്രോപ്പർ ആയിട്ട് ഇത് ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ലയബിലിറ്റീസ് വരാം അല്ലെ? ലീഗൽ ലയബിലിറ്റീസ് ഉണ്ടാകാം, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടാകാം. ഓക്കെ, ദെൻ സോഴ്സസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഈ വേസ്റ്റ് ക്രിയേറ്റ് ആവുന്നത് എത്തരത്തിലാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ ഉണ്ടാകാം അല്ലെ? ഡ്യൂറിങ് സർജറീസ് ഈ സമയത്തേക്ക് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്തേക്ക് ബ്ലഡ് എന്താണ് ലീക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ലബോറട്ടറി ടെസ്റ്റിങ്ങിലൂടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ലീക്കേജ് ആവാം. അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അല്ലെങ്കിൽ റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ലീക്കേജസ് ആവാൻ ചാൻസസ് ഉണ്ട്.
ഈ പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന സമയത്ത് അല്ലെ, അവർക്ക് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബെഡ് ലൈൻസ് മാറ്റുമ്പോൾ, ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ അതിലെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അബ്സോർബ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബെഡ് പാൻസ് മാറ്റുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ അവരെ പേഴ്സണൽ ഹൈജീൻ ക്ലീൻ ആക്കുമ്പോഴൊക്കെ വേസ്റ്റസ് വരുന്നുണ്ട്, വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ദെൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ്. ഈ മെഡിക്കൽ വേസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഹോസ്പിറ്റൽസിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഷാർപ്സ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ഡ്രസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. മലിനമായ ഡ്രസ്സ്, ബ്ലഡ് ആയിട്ടുള്ള ഡ്രസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കെ. ദെൻ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്താ പറയുന്നത്, റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽസ് ലീക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ വൺ ടൈം യൂസ് ചെയ്യുന്ന നീഡിൽസ് അവിടെ വരുന്ന ഒരു വേസ്റ്റ് ആണ്. ഓക്കെ. ദെൻ സ്പിൽസ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് സമയത്തും സ്പിൽസ് ഉണ്ടാകുന്നുണ്ട്, സ്പില്ലിന്റെ ലീക്കേജസ് ഉണ്ടാകുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ PDF എടുത്തൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, കണ്ടില്ല, മാത്രമേ കണ്ടുള്ളൂ. ഇന്നലത്തെ വീഡിയോസും അതുപോലെ തന്നെ PDF ഒന്നും കിട്ടിയിട്ടില്ല. അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ, ഉടനെ തന്നെ അയക്കുന്നതായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് നോട്ട്സും എല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആണ്. ക്ലാസ്സും നോട്ടൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചില്ലെങ്കിൽ എല്ലാരും അൺമ്യൂട്ടഡ് ക്ലിയർ ആകുന്നില്ല പറയുന്നത്. ക്ലാസ് റൂമിൽ അവൈലബിൾ ആണെന്നോ? ഓക്കെ. ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് സെൻഡ് ചെയ്ത് ഷെയർ ചെയ്യാട്ടോ. എല്ലാവരും അൺമ്യൂട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിന് മാത്രമേ ചാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റില്ല ഗ്രൂപ്പില്. മാമിന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ശരണ്യ. ഓക്കെ. ചെയ്തോട്ടെ ക്ലാസ്. അപ്പോ ആരും ലെഫ്റ്റ് ആവുന്ന ക്ലാസ് കൂടി ഉണ്ട്. ഓക്കെ. 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 താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ഈ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ കൊള്ളായിരുന്നു. അപ്പൊ ഈ PDF കിട്ടുന്നവരെല്ലാം അതിന്റെ അകത്തോട്ട് ഷെയർ ചെയ്തായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ കൊള്ളാം. ഓൾറെഡി ക്ലാസ് റൂം എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂം എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യും. അതിലുണ്ട് ഗൂഗിൾ ഡ്രൈവ് ഡൗൺലോഡ് ചെയ്താൽ അതിൽ കിട്ടുന്നതാണ് നോട്ട്. എല്ലാ PDF ഇട്ടിട്ടുണ്ട്, സെക്കൻഡ് മൊഡ്യൂൾ ഇട്ടിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോഴേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അതിന്റെ ഗൂഗിൾ ഡ്രൈവ് കൂടെ ചെയ്യണേ. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അതിന്റെ അകത്ത് ഡൗൺലോഡ് ചെയ്തപ്പോ അതിന്റെ അകത്ത് ഒരു കോഡ് ചോദിക്കുന്നുണ്ട്. ആ കോഡ് എന്താണ്? ആ കോഡ് ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, മതി. ആ കോഡ് ഓൾറെഡി സാർ ഇന്നലെ ഒരു വോയിസ് ഇട്ടതിന്റെ മേളിലൊരു ചെറിയൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ടച്ച് ചെയ്യാമെങ്കിൽ ആ കോഡ് ഓൾറെഡി മറ്റേ ക്ലാസ് റൂമിനകത്ത് വന്ന് കിടക്കും. അതിൽ ജോയിൻ ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഇന്നലെ സാർ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിനകത്ത്. അപ്പൊ ആ വോയിസിന്റെ തൊട്ട് മേളിൽ ചെറിയൊരു ലിങ്ക് ഉണ്ട്, ചെറിയൊരു ലിങ്ക്. ആ ലിങ്ക് ടച്ച് ചെയ്യാമെങ്കിൽ നേരെ അങ്ങ് മറ്റേ ക്ലാസ് റൂമിന്റെ അകത്ത് വന്ന് ആ കോഡ് ഓപ്പൺ ആയിക്കോളും. ഓക്കെ. അത് നോക്കണേ. അത് അങ്ങനെ ഓപ്പൺ ആവുന്നില്ലല്ലോ കോഡ്. കോഡൊന്നും കാണിക്കില്ല. ക്ലാസ് റൂമിൽ ഇതിനകത്ത് സാർ അയച്ചിരിക്കുന്ന അതില് ആ ലിങ്കില് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് റൂമിൽ കയറുക. അതിനകത്ത് കയറാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് മുതൽ ഇന്നലെ വരെയുള്ള ക്ലാസ് ഓപ്പൺ ആവുന്നുണ്ട്.
ഇന്നലെ ഇട്ട ചാറ്റ് അതാ പറഞ്ഞത്, ആ ലിങ്കിനകത്ത് ടച്ച് ചെയ്യ്. സാറ് വോയിസ് അയച്ചേക്കുന്നതിന് തൊട്ട് മേളിലുള്ള ചെറിയൊരു ലിങ്ക് ഉണ്ട്, അതിനകത്ത് ടച്ച് ചെയ്യാമെങ്കിൽ അതിനകത്ത് ഉണ്ട്, ക്ലാസ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്ത് നോക്കി, അപ്പൊ ക്ലാസ് കിട്ടി കേട്ടോ. താങ്ക് യു കേട്ടോ. എനിക്ക് ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ലിങ്കിൽ കയറി നോക്കി, പക്ഷെ ഞാൻ ലിങ്കിൽ കയറിയപ്പോ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നേ ഉള്ളൂ, ഒരു വൈറ്റ് ഫ്ലാഷ് ഒന്ന് നിൽക്കുന്നേ ഉള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. ഗൂഗിൾ ഡ്രൈവും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാലേ വരത്തുള്ളൂ. ഇത് കഴിഞ്ഞ് നോക്കൂ, അപ്പൊ കിട്ടും കറക്റ്റ് ആയിട്ട്. എന്താ പറയാ, ഒരു റേഞ്ച് ഷിഫ്റ്റ് വന്നതാണ് ചിലപ്പോൾ റണ്ണിങ് കാണിക്കത്തേ ഉള്ളൂ, അതുകൊണ്ടല്ല കിട്ടാത്തത്. എന്താണ് കിട്ടാൻ ചെയ്യേണ്ടത്? വൈറ്റ് ആയി കറങ്ങാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നോട്ട്സ് എല്ലാം നമ്മൾ ഡൗൺലോഡ് നമ്മള് കോമറ്റ് എടുത്തപ്പോ 4 പേർക്ക് വണ്ടിയാണെങ്കിൽ